നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്ന് 2025 ഓഗസ്റ്റ് 9 ശനിയാഴ്ച. മലയാള മാസം കർക്കിടകം 24, കൊല്ലവർഷം 1200 ആണ്ട്. നക്ഷത്രം തിരുവോണം. ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ നോക്കാം. അശ്വതി. ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ തുടക്കങ്ങൾക്ക് നല്ല സമയം. ആശയക്കുഴപ്പവും ക്ഷുദ്രപ്രതിബന്ധങ്ങളും വരാം. പരിഹാരത്തിന് ചന്ദനവും വെള്ളരിയും ഉപയോഗിച്ച് ദേവിക്ക് അർച്ചന ചെയ്യുക. ഭരണി. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. ബന്ധങ്ങളിൽ മെച്ചമുണ്ടാകും. ജാഗ്രതയില്ലാതെ വാക്കുകൾ പറഞ്ഞാൽ വഴക്കുണ്ടാവാൻ സാധ്യത. പരിഹാരത്തിന് ലക്ഷ്മി നാരായണ സ്തോത്രം ജപിക്കുക. കാർത്തിക. വിചാരങ്ങൾക്കും പദ്ധതികൾക്കും അംഗീകാരം. യാത്രയിൽ തടസ്സം. ഉദ്ദണ്ഡത ഒഴിവാക്കണം. പരിഹാരത്തിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം നിർവഹിക്കുക. രോഹിണി. കലാകാരന്മാർക്കും ബിസിനസ്സുകാർക്കും ഗുണകരം. പെട്ടെന്ന് ആഗ്രഹങ്ങൾ മാറാം. കുഴപ്പങ്ങൾ വരാനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. പരിഹാരത്തിന് ശ്രീകൃഷ്ണ അഷ്ടശ്ലോകം ജപിക്കുക. മകയിരം. ആധ്യാത്മികതയിൽ നിന്ന് മനം ചെരിയാൻ അനുയോജ്യം. ആരോഗ്യത്തിന്മേൽ ജാഗ്രത പാലിക്കുക. പരിഹാരത്തിന് ഹനുമാൻ ചാലീസ ജപിക്കുക. തിരുവാതിര. കുടുംബം, വീട് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും. വിനോദസഞ്ചാരത്തിൽ സാവധാനമാക്കുക. പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപിക്കുക. പുണർദം. തൊഴിൽ ക്ഷേമം. അഭിമുഖങ്ങൾ അനുകൂലമാകാം. ചെറുതായി മാനസിക ക്ഷീണത്തിന് സാധ്യതയുണ്ട്. പരിഹാരത്തിന് ദക്ഷിണാമൂർത്തി സ്തുതി ജപിക്കുക. പൂയം. സമാധാനവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. പരിഹാരത്തിന് ദുർഗാ സപ്തശതി പാരായണം. ആയില്യം. നിക്ഷേപങ്ങൾക്ക് അനുകൂലത. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. വിഡംബനങ്ങൾ ഒഴിവാക്കുക. പരിഹാരത്തിന് നാഗദേവത ആരാധന ചെയ്യുക. മകം. കലാസൃഷ്ടികൾക്ക് അംഗീകാരം. പൊതുചിന്തനത്തിന് അനുയോജ്യം. വിദ്വേഷം ഒഴിവാക്കുക. പരിഹാരത്തിന് ചന്ദ്രൻ ദോഷപരിഹാര പൂജ ചെയ്യുക. പൂരം. കുടുംബജീവിതത്തിൽ സന്തോഷം. ചെറിയ ചില തർക്കങ്ങളുണ്ടാകും. പരിഹാരത്തിന് ഗുരുസ്തുതി ജപിക്കുക. ഉത്രം. പുതിയ അവകാശങ്ങൾ ലഭിച്ചേക്കാം. ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. പരിഹാരത്തിന് തങ്കധാതു ദാനം ചെയ്യുക. അത്തം. ഭാവിയിൽ നല്ല അവസരങ്ങൾ വന്നു ചേരും. അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് വിനായക ചതുർത്ഥി വ്രതം എടുക്കുക. ചിത്തിര. യാത്രകൾ ഗുണകരമാകും. വിധിയിൽ മാറ്റമുണ്ടാവും. അത്യാവശ്യങ്ങളല്ലാത്ത ചിലവുകൾ ഒഴിവാക്കുക. പരിഹാരത്തിന് സരസ്വതി സ്മരണ നടത്തുക. ചോതി. ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം. ദീർഘനാളത്തെ ശ്രമം വിജയകരമായി പര്യവസാനിക്കും. കൂട്ടായ്മയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിശാഖം. വിദ്യാഭ്യാസവും ശില്പകലയും ഊർജ്ജസ്വലമാകും. പാരമ്പര്യ പ്രശ്നങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. പരിഹാരത്തിന് കാളിദേവി അർച്ചന നടത്തുക. അനിഴം. ജോലിസ്ഥലത്ത് സ്ഥാനനേട്ടമുണ്ടാകും. ഗൂഢവിരോധം ഒഴിവാക്കണം. പരിഹാരത്തിന് ഭദ്രകാളി ശ്രുതികൾ ജപിക്കുക. തൃക്കേട്ട. തന്ത്രജ്ഞതയും ആന്തരിക ശാന്തിയും ഉണ്ടാകും. ഉറച്ച തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പരിഹാരത്തിന് ദത്താത്രേയ സ്തുതി ജപിക്കുക. മൂലം. സഞ്ചാരങ്ങൾ, ആധുനിക ആശയങ്ങൾ എന്നിവ വിജയകരമായി പര്യവസാനിക്കും. സന്താന സംബന്ധിതമായ ആകാംക്ഷകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. പരിഹാരത്തിന് സദാനന്ദ സ്വാമി പ്രാർത്ഥന ജപിക്കുക. പൂരാടം. അനുകൂലമായ വാർത്തകൾ ലഭിക്കും. ബന്ധുക്കളുമായുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യത. പരിഹാരത്തിന് ഗണപതി ഹോമം നടത്തുക. ഉത്രാടം. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ നേട്ടമുണ്ടാവും. വിനോദം തള്ളിവെക്കേണ്ടി വരാം. പരിഹാരത്തിന് കൃഷ്ണ അഷ്ടോത്തരം നാമാവലി ജപിക്കുക. തിരുവോണം.
ജോലി, ബിസിനസ് മേഖലയിൽ പുരോഗതി. കിടിലമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക. പരിഹാരത്തിന് മഹാവിഷ്ണു സ്തുതി ജപിക്കുക. അവിട്ടം. നേതൃത്വ കഴിവുകൾ ഉയരും. അവഗണനയെ നേരിടേണ്ടി വരാം. പരിഹാരത്തിന് ശനിയാത്ര നമസ്കാരം. ചതയം. സാങ്കേതിക വിദ്യയിലും ആശയവിനിമയത്തിലും നേട്ടം. മാനസിക തളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പരിഹാരത്തിന് ഗായത്രി മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. പൂരുരുട്ടാതെ. പ്രതീക്ഷകളുടെ നിറവേൽപ്പിന് ചന്ദ്രനാഥം. വൈകാരികത മൂലം തിരിച്ചടികളുണ്ടാവാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് ചന്ദ്രദോഷ പരിഹാര പൂജ ചെയ്യുക. ഉത്രട്ടാതി. ആന്തരിക സമാധാനമുണ്ടാകും. ജീവിതത്തിൽ തെളിച്ചം വരും. ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് ദക്ഷിണമൂർത്തിയെ ഉപാസിക്കുക. രേവതി. ദീപ്തമായ ബുദ്ധി. വിനോദപ്രദമായ സമയങ്ങളുണ്ടാവും. ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വൈകല്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് ഗുരുവായൂരപ്പൻ പ്രാർത്ഥന നടത്തുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. നന്ദി. ശുഭദിനം.